ഹായ് ഫ്രണ്ട്സ്, റാൻസ്ലോൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹിൽ റോഡിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഹിൽ റോഡ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ എടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ അതിൻ്റെ അകത്ത് ചെക്ക് പോസ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഒരു വട്ടം വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വട്ടം കൂടി നമുക്ക് റീട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് ഹിൽ റോഡ് ഇങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൽ മറ്റേ ആഡ്ജസ്റ്റ് മെനു എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. നമ്മൾ അകത്തേക്ക് എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്യാത്തവരാണെങ്കിൽ ലോഡൊന്ന് പിടിച്ച് നിൽക്കാൻ നേരത്ത് ഇങ്ങനെ കാണിക്കും. ഞാൻ മൈ ഫൈലിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ്റെ അകത്താണ് ഇട്ടിരിക്കുന്നത്. ഡൗൺലോഡ്സിൻ്റെ ഓപ്ഷൻ ഞെക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് കുറേ ഇത് കാണാനായിരിക്കും. ഇതിൻ്റെ അകത്ത് hillroad.glb എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതെങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ എന്ന് ലിങ്ക് എടുക്കുന്നതാണ്. എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് പിന്നെയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഈ ലിങ്ക് എടുത്തിരിക്കുന്ന KL ബ്രോബോയ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറിൻ്റെ നിന്നാണ് ഞാൻ ഈ ലിങ്ക് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അകത്ത് ഞെക്കാൻ നേരത്ത് അകത്ത് നിന്ന് ആഡാക്കിയിട്ടുണ്ട്. ആഡാക്കാൻ നേരത്ത് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. നമ്മൾ എന്നിട്ട് ഇപ്പോൾ ഒരു 2-3 സെക്കൻഡ് വഴി കഴിയാൻ നേരത്ത് നമ്മൾ നേരത്തെ ഹിൽ റോഡിലേക്ക് പോകും. നമ്മുടെ GTA 5 മാപ്പിൻ്റെ ഏകദേശം ഒരു രീതിയിലൊക്കെയാണ്. ചില സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ പ്രശ്നം കാരണം ഇത് മാറാൻ സാധ്യതയുണ്ട്. ഇത് എൻ്റെ ഫോണിൽ ഇതാണെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. റീസ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, ഇൻ്റർനെറ്റ് ഓഫായിരിക്കണം, ഇല്ലെങ്കിൽ പരസ്യം വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇൻ്റർനെറ്റ് ഓഫായിരുന്നു. അപ്പം നമുക്ക് ഈ അഡ്ജസ്റ്റ് മെനുവിൻ്റെ അകത്ത് നമ്മൾ എടുക്കാൻ നേരത്ത് ഇത് ഇവിടെ വന്ന് കിടക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ ആദ്യം മുതലുള്ള ഞാൻ ഇതിൻ്റെ അകത്ത് ലിങ്ക് പിന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾക്കിത് മാറണമെങ്കിൽ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും hillroad.glb എന്ന് ഞാൻ അകത്ത് ഞെക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹിൽ റോഡിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ മുകളിലൊരു ഫ്ലാഗ് കാണുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് ചെയ്ത ഫ്ലാഗാണ്. ഇത് എടുക്കുന്ന വീഡിയോ ഞാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വണ്ടി എടുക്കുന്നതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്നൊരു ബൈക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ബൈക്ക് എടുക്കുന്നതായിരിക്കും കൂടുതൽ സുഖം. കാര്യം ഇതിൻ്റെ അകത്ത് വലിയ വീതിയൊന്നുമില്ല. അതുകൊണ്ട് ബൈക്ക് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ അകത്ത് 777 അടിക്കുവാണ്. അപ്പം നമുക്ക് ഈ ബൈക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പേരറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഓടിക്കുവാണ്. ഇതിൻ്റെ ടോപ്പിൽ കയറാൻ ഞാൻ കുറേ ശ്രമിച്ചതാണ്. പക്ഷെ നമ്മൾ താഴത്ത് വീണ് പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ താഴത്തോട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് ഞാൻ ഓർമ്മ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ബൈക്കിന് ഇത് കണ്ട് ഇതാണ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വീണിട്ടുണ്ട്. വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് സ്ലോ മോഷൻ്റെ ഒരു ഓപ്ഷൻ കാണും. അതേ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ എവിടെയാണ് എന്നത് അവിടെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്കില്ലേ ഈ ചെക്ക് പോസ്റ്റ് കുറേ ഗ്യാപ്പിട്ടായിരിക്കും ഈ ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് അടുത്ത ചെക്ക് പോസ്റ്റ് വേണമെങ്കിൽ എന്തുവാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫോൺ എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മുടെ എന്തുവായിരുന്നു ആർജിഎസ് ടൂൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ M1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഭയങ്കര ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ളതാണിത്. M1 എന്ന് അടുക്കി കൊടുക്കാൻ നേരത്ത് നമ്മൾ നേരത്തെ അവിടെ ഒരു മാപ്പിൻ്റെ സിമ്പിൾ കണ്ടാൽ അത് ഇവിടെ തന്നെ വരും, അത് ഇവിടെയും വരും. അപ്പം ഞാൻ ഒന്നുകൂടെ ബൈക്കിൽ കയറിയിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അതിൻ്റെ അകത്തൂടി പോകണം. ഈ നമ്മുടെ എൻ്റെ പേരെന്തുവായിരുന്നു അപ്പം ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ബൈക്കിൻ്റെ കളറും ക്ലൈമറ്റും ഒന്ന് മാറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാപ്പിൻ്റെ സിമ്പിൾ ഒന്നും കൂടി വെക്കണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ഉള്ളിൽ പോയിട്ട് M1 എന്ന് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ മാപ്പിൻ്റെ ആ സിമ്പിളിൻ്റെ അകത്തൂടെ പോകാൻ നേരത്ത് നിങ്ങൾ ചെക്ക് പോസ്റ്റിൽ കയറി അതെങ്ങനെയാണ് എത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ
മുകളിൽ സ്ലോ മോഷൻ്റെ ബട്ടൺ കാണാം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളിപ്പോൾ ഓടാൻ നേരത്തോ ചാടാൻ നേരത്തോ നമ്മൾ സ്ലോ മോഷൻ്റെ ബട്ടൺ ഞെക്കും. അതേപോലെ നമ്മൾ ബൈക്കിലൊക്കെ ഇരിക്കാൻ നേരത്ത് സ്ലോ മോഷൻ്റെ ബട്ടൺ ഞെക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. സ്ലോ മോഷൻ്റെ ബട്ടൺ നമ്മുടെ എന്തുവായിരുന്നു, ക്യാമറയുടെ വ്യൂ മാറ്റുന്ന അതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ സ്ലോ മോഷൻ ബട്ടൺ. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഇനി സ്ലോ മോഷൻ ബട്ടൺ ഞെക്കാൻ നേരത്ത് നമ്മളായിരുന്ന സ്ഥലത്ത് തന്നെ വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മാപ്പിൻ്റെ സിമ്പിൾ തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓടിച്ച് നിങ്ങൾ ഫ്രണ്ടിലോട്ടാണ് പോകുന്നതെന്ന് ഇരിക്കും, പക്ഷേ നിങ്ങൾ ബാക്കിലോട്ടാണ് പോകുന്നത്. ഞാൻ സ്ലോ മോഷൻ്റെ ബട്ടൺ ഞെക്കാൻ നേരത്തെ വന്ന സ്ഥലത്തൂടെയാണ്, അങ്ങോട്ട് ആണ് ബൈക്ക് തിരിഞ്ഞിരിക്കുന്നത്. ബാക്കിലോട്ട് പോയാലേ ഫ്രണ്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വണ്ടി തിരിച്ചെടുക്കണം. കാണാൻ സാധിക്കും. ഞാൻ വണ്ടി ഒന്ന് തിരിച്ചെടുക്കുകയാണ്. ചെറിയ റോഡായതുകൊണ്ട് വളയ്ക്കാനൊക്കെ ഭയങ്കര പാടാണ്. കാറിൽ വന്നു കഴിഞ്ഞാൽ നല്ല പാടാണ് വളയ്ക്കാൻ. ഞാൻ വ്യൂ മാറ്റിയിട്ടുണ്ട്. ഇത് വേറെ വ്യൂ ആണ്, നല്ല രസമുണ്ട്. ഞാൻ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും